ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ അതാ ഇന്നൊരു കൊത്തൻ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് കൊത്തൻ ചക്ക എന്നാണ് പറയുക. ചില സ്ഥലത്തൊക്കെ ഇതിന് എന്താ ഇടിച്ചക്ക അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, മുക്കാത്ത ചെറിയ ചക്ക ഉണ്ടല്ലോ, ചുളയെന്നായി വരാത്ത ആ ചെറിയൊരു ചക്ക ആണ് ഞങ്ങൾ കൊത്തൻ ചക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെത്തിയിട്ട് ഞാനൊന്ന് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. യൂട്യൂബിലൊക്കെ പല രീതിയിലും ഇത് കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ടിട്ട് ആക്കുന്നതും അതേപോലെ മിക്സിയിലിട്ട് അടിക്കുന്നതൊക്കെ കാണാം. പക്ഷെ നമ്മളിങ്ങനെ ഇതേപോലെ കൊത്തിയിട്ട് അരിഞ്ഞെടുത്താലാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. മറ്റേതൊക്കെ ഒരു എളുപ്പപ്പണിയെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ റിസ്ക് എടുത്താൽ അതിൻ്റെതായ ഫലവും കാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്താക്കുകയാണ്, ഇതൊന്ന് കൊത്തി അരിയാണ്. കത്തി നല്ല മൂർച്ചയുള്ള കത്തിയായതിനെ കൊണ്ട് വെട്ടിയിട്ടൊന്നും അങ്ങോട്ട് മുറിയുന്നില്ലായിരുന്നു. ലാസ്റ്റ് ഒരു പുതിയ കൊടുവാളുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ ഇതേപോലെ അങ്ങോട്ട് ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചക്കയൊന്നുമില്ല, പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിചാരിച്ച് ഇതൊന്നൊന്ന് ഉപ്പേരി വെക്കാം. നല്ല ടേസ്റ്റ് ആണല്ലോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ കയ്യിൽ മൊത്തം വിളഞ്ഞ് പശ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്താൽ പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ അതാ ഏകദേശം ഞാൻ കൊത്തിയൊക്കെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്നിങ്ങനെ കൊത്തി ഇതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊടുവാൾ കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ കത്തി കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഗതി നടക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, അരിഞ്ഞു നോക്കിയതാണ്. അതേപോലെ അരിഞ്ഞു നോക്കി. പക്ഷേ സംഗതി അങ്ങോട്ട് അത്ര സ്പീഡിൽ അങ്ങോട്ട് അരിയാനൊന്നും കഴിയുന്നില്ല. കത്തിൻ്റെ മൂർച്ച ഞാൻ പറഞ്ഞല്ലോ അപാരാണെന്ന്. അപ്പോൾ അതാക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കുറേയൊക്കെ കത്തിയോണ്ട് ഇതേപോലെ അങ്ങോട്ട് കൊത്തി അരിഞ്ഞു കേട്ടോ. അതിനുശേഷം ലാസ്റ്റ് ഞാൻ കൊടുവാളനെ എടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്ത് ഒന്ന് കൊത്തി കൊടുത്തെടുത്തു. അപ്പോഴാണ് മനസ്സിലായത് കത്തിനോട് കൊത്തുന്നതിൽ സ്പീഡിൽ ഇതിലും കൊണ്ട് കഴിയുന്നുണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് ഉണ്ടെങ്കിലും ആദ്യം ഞാൻ എന്ത് ചെയ്ത് ഇതേപോലെ ഒന്ന് കൊത്തി നോക്കി. അപ്പോൾ നല്ല ഈസി ആയിട്ട് കൊത്താൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനും ഇതിവിടെ അരിഞ്ഞെടുക്കുകയാണ്. സാധാരണ കൊത്തൻ ചക്കയിൽ നല്ലോണം ചുള ഉണ്ടാവലുണ്ട് കേട്ടോ. ഇതിൽ കുറവാണേ കണ്ടോ. ഇതിൻ്റെ കുരുവാണ് കേട്ടോ, ചക്കക്കുരുവാണിത്, മൂപ്പെത്തിയിട്ടില്ല കണ്ടോ. ഇതുപോലുള്ള ചക്കാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് എന്താ പറയുക, കൂഞ്ഞിയാണ് കൂടുതലുള്ളത്. നിങ്ങൾ എന്താ പറയാന്നറിയില്ല, കൂഞ്ഞി എന്നാണ് ഞങ്ങൾ ഇതിന് പറയുക. കൂഞ്ഞി എന്നൊക്കെ ചിലർ പറയും കേട്ടോ. അപ്പോൾ അതാണ് ഇതിന് കൂടുതലുള്ളത്. കുറച്ച് ചെറിയ മൂപ്പത്താത്ത കുറച്ച് ചുളയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം വേവുള്ള സംഭവമാണ് കേട്ടോ. അതിനിപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കൈയോണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ പ്രസ്സായിട്ട് ഞങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് വെന്ത് റെഡി ആയിട്ടുണ്ട് ആണ് അർത്ഥം. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്തുനിന്ന് എടുത്തിട്ട്. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ ആണ് കേട്ടോ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. പല രീതിയിലും ആൾക്കാർ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ അടിപൊളിയായിട്ട് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാക്കുന്ന ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില അതേപോലെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു 5-6 ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ വേവിച്ച് വെച്ച ചക്കത ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സംഗതി ഇത് സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും അതേപോലെ തന്നെ ടേസ്റ്റുള്ളൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അതിനോട് തന്നെ എല്ലാവരും ഒരു ലൈക്ക് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല കുഞ്ഞു വീഡിയോസ് കാണാൻ നമ്മളെയും കൂടെ കൂട്ടാൻ മറക്കരുതേ. അപ്പോൾ അതാ നമ്മളെ കൊത്തൻ ചക്ക ഉപ്പേരി വെച്ചത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചോറും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ എന്താ മോനെ ടേസ്റ്റ്. അപ്പോൾ അതേ നമ്മളെ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.